ഗൂഗിൾ ജെമിനി ആപ്പിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തി യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും വരുമാനം കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് വരുമാനം കണ്ടെത്താവുന്നതും കൈനനയാതെ മീൻ പിടിക്കാവുന്നതുമായ ഒരു പ്രീമിയം ടിപ്പാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം. മറിച്ച് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റുള്ളവർ വരുമാനം കണ്ടെത്തുമ്പോൾ സ്വന്തമായിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും സാധിക്കാതെ മാറി നിൽക്കുന്നവർക്ക് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ വരുമാനം കണ്ടെത്താൻ ഒരു നല്ല മാർഗ്ഗമാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഗൂഗിളിൻ്റെ AI സംവിധാനത്തെക്കുറിച്ച് ചെയ്ത വീഡിയോയുടെ തുടർച്ചയാണിത്. അന്ന് ഞാൻ പ്രോമിസ് പറഞ്ഞതാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന്. അത് ഞാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തുടക്കക്കാർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി ക്രിയേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും ഇതിൽ കടന്നു വരും, ജെമിനിയുടെ കാര്യങ്ങൾ മാത്രമല്ല. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, കാരണം അവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ. നിങ്ങളുടെ ഫോണിൽ ഗൂഗിളിൻ്റെ ജെമിനി ആപ്പ് ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജെമിനി എന്ന് സെർച്ച് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് ജെമിനി ആപ്പ് മലയാളത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരപ്പെടൂ. അപ്പോൾ മലയാളത്തിലേക്ക് മാറ്റാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗൂഗിൾ ജെമിനി ആപ്പ് എങ്ങനെ മലയാളത്തിലേക്ക് മാറ്റാം എന്നുള്ള വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതാണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ജെമിനി ആപ്പ് മലയാളത്തിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ജെമിനി ആപ്പിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങളുടെ കൈവശം ഒരു ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ഫേസ്ബുക്ക് പേജായാലും യൂട്യൂബ് ചാനലായാലും ഇവ മോണിറ്റൈസ്ഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പണം ലഭിക്കുകയുള്ളൂ. ഇനി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മോണിറ്റൈസേഷൻ പൂർത്തിയാക്കാം എന്ന് വളരെ ലളിതമായിട്ട് വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഫേസ്ബുക്ക് പേജാണെങ്കിൽ മോണിറ്റൈസേഷൻ അവൈലബിൾ ആകാൻ നിങ്ങൾ 5 ക്രൈറ്റീരിയ പൂർത്തിയാക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എലിജിബിലിറ്റി കൺട്രിയാണ്. നിങ്ങളുടെ രാജ്യം അതിന് പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ആദ്യം അന്വേഷിച്ചിട്ട് മാത്രം ഇതിനിറങ്ങുക. അപ്പോൾ നിങ്ങളുടെ കൺട്രി ഏതാണെന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ കൺട്രിയിൽ ഈ മോണിറ്റൈസേഷൻ അവൈലബിൾ ആകുമോ ഇല്ലയോ എന്ന് റിപ്ലൈ തരുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ടത് 5000 ഫോളോവേഴ്സ് നിങ്ങളുടെ പേജിനുണ്ടായിരിക്കണം. അതുപോലെ 60,000 മിനിറ്റ് വ്യൂ നിങ്ങൾ തികച്ചിരിക്കണം. ഏറ്റവും അവസാനം നിങ്ങൾക്ക് കാണാം 3 മിനിറ്റ് ദൈർഘ്യമുള്ള 5 വീഡിയോ 30 ദിവസത്തിനുള്ളിൽ എലിജിബിൾ ആയിട്ടുള്ളത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഉണ്ടായിരിക്കണം. ഇനി യൂട്യൂബ് ആണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 4000 പബ്ലിക് വാച്ച് അവേഴ്സ് തികച്ചിരിക്കണം. അല്ലെങ്കിൽ ഷോർട്സിൽ നിങ്ങൾ 90 ദിവസത്തിനുള്ളിൽ 100 ലക്ഷം വ്യൂ തികച്ചാലും മതി. ഇനി ജെമിനി ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം. അതിൽ കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആരംഭിക്കാം. ഞാനിപ്പോൾ ജെമിനിയുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം യൂട്യൂബിലേക്കായാലും ഫേസ്ബുക്കിലേക്കായാലും നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിലൊരു കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ FTM ക്രിയേഷൻ്റെ കണ്ടൻറ്റ് എന്താണ്? മൊബൈൽ സംബന്ധമായ ടിപ്സാണ്. അപ്പോൾ അതിന് വേണ്ട വീഡിയോക്കുള്ള കണ്ടൻറ്റ് കണ്ടെത്തിയിട്ട് അതിനുള്ള വിഷ്വലും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാറാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ സിനിമാ സംബന്ധമായ കണ്ടൻറ്റുകൾ നിർമ്മിക്കുന്നവരുണ്ട്. കോമഡി കണ്ടൻറ്റുകൾ, നിങ്ങൾ ഒരുപാട് കോമഡി കണ്ടൻറ്റുകൾ കാണാറില്ലേ? അപ്പോൾ അതൊക്കെ സ്വയം അവരവർ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റാണ്. അവരുടെ കയ്യിലൊക്കെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ടാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ സ്വന്തമായി കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് ഗൂഗിൾ ജെമിനി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ആ കണ്ടൻറ്റിന് ആവശ്യമായ വോയിസ് ഓവർ നിർമ്മിക്കാം. അതേ കണ്ടൻറ്റിന് ആവശ്യമായ വിഷ്വൽ, ഇപ്പോൾ ഒരു വിഷ്വൽ വേണമല്ലോ കണ്ടൻറ്റിന്, അതിന് ആവശ്യമായ ഇമേജുകൾ നിർമ്മിക്കാം. അങ്ങനെ ഗൂഗിൾ ജെമിനി ആപ്ലിക്കേഷനെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാം ചെയ്യിപ്പിക്കാവുന്നതാണ്. ജസ്റ്റ് ഇതൊക്കെ കോർത്തിണക്കിയിട്ട് നിങ്ങളൊരു വീഡിയോ എഡിറ്റ് ചെയ്താൽ മാത്രം മതി. ബാക്കിയൊക്കെ നമുക്ക് ഗൂഗിൾ ജെമിനി ആപ്പിൻ്റെ അകത്ത് നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. വീഡിയോ മുഴുവനായി കാണണം, കാരണം ഓരോ എക്സാമ്പിളിനിടയിലാണ് ഓരോ ഓപ്ഷനും ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ജെമിനി ആപ്പിൽ നിന്നും ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മത്സ്യങ്ങൾ ഉറങ്ങാറുണ്ടോ വിശദീകരിക്കാമോ എന്ന ഒരു ചോദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതൊരു എക്സാമ്പിളാണ്. അത് പിന്നെയും പറയുന്നത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ഇതിൽ നിന്ന് കണ്ടൻറ്റ് നിർമ്മിക്കാൻ പറ്റും. എന്നിട്ട് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിലാണ് മിടുക്ക്. ഓക്കെ, ഇനി ഞാനിത് ജെമിനിയോട് ചോദിക്കുന്നു. എനിക്ക് തരുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഉറക്കം എന്നത് നമുക്ക് മനുഷ്യർക്ക് പരിചിതമായ ഒരു അവസ്ഥയാണെങ്കിലും മറ്റ് ജീവികളിൽ ഇത് അല്പം വ്യത്യസ്തമായിരിക്കാം. മത്സ്യങ്ങളും ഉറങ്ങാറുണ്ട്, എന്നാൽ അവരുടെ ഉറക്കം നമ്മുടെ ഉറക്കത്തേക്കാൾ വ്യത്യസ്തമാണ്. മത്സ്യങ്ങളുടെ ഉറക്കം നിശ്ചലാവസ്ഥ. മത്സ്യങ്ങൾ ഉറങ്ങുമ്പോൾ അവർ പൂർണ്ണമായും നിശ്ചലരാകില്ല. മറിച്ച് അവർ ഒരു നിശ്ചലാവസ്ഥയിലേക്ക് പോകുന്നു. അവർ ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കുകയും അവരുടെ ശ്വസനവും മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളും മന്ദഗതിയിലാവുകയും ചെയ്യുന്നു.
ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടുള്ള ഒരു കണ്ടൻറ്റ് എനിക്ക് ജെമിനി ആപ്പ് നിർമ്മിച്ച് തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഏത് വിഷയത്തെക്കുറിച്ചിട്ടുള്ള കണ്ടൻറ്റാണ് വേണ്ടത്, അതിപ്പോൾ ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ഭൂമിയെക്കുറിച്ച് ചോദിക്കാം, സൂര്യനെക്കുറിച്ച് ചോദിക്കാം, അതുപോലെ ആൾക്കാർക്ക് കേൾക്കാനും കാണാനുമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങൾ ഗൂഗിൾ ജെമിനി ആപ്പിൽ നിന്ന് നിങ്ങൾ ഇതുപോലെ ജനറേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, വീഡിയോന് ആവശ്യമായ കണ്ടൻറ്റ് നമുക്ക് ലഭിച്ചു. ഇനി അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു വോയിസ് ഓവറാണ്. ചെയ്യുന്ന വീഡിയോയിൽ സ്വന്തം ശബ്ദം തന്നെ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന കണ്ടൻറ്റ് ജസ്റ്റ് വായിച്ചിട്ട് ഏതെങ്കിലും ഒരു ഓഡിയോ റെക്കോർഡറിൽ റെക്കോർഡ് ചെയ്യുക. ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ശബ്ദം വീഡിയോന് കൊടുക്കാം. ഇനി വീഡിയോയിൽ ശബ്ദം കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഗൂഗിൾ ജെമിനി ആപ്പ് ഇപ്പോൾ വായിച്ചു തരുന്നത് കണ്ടിട്ടില്ലേ, ഇത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തെടുക്കേണ്ടി വരും. അതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡറിൻ്റെ സഹായം തേടാം. ഇപ്പം നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡർ ഒന്നും ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒരുപാട് സ്ക്രീൻ റെക്കോർഡർ അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ടുള്ളത്. അത് വെച്ചിട്ട് ഈ ഗൂഗിൾ ജെമിനി പറയുന്നത് മൊത്തം റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പോയിട്ട് മൈക്ക് മാറ്റിയിട്ട് സിസ്റ്റം സൗണ്ട് മാത്രം ആക്കണം, എങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ട് ആ ഓഡിയോ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പുറത്തേത്തെ മൈക്കിൻ്റെ ശബ്ദം കൂടി ആകുമ്പോൾ പുറത്തേത്തുള്ള ശബ്ദമൊക്കെ ആയിട്ട് അലങ്കോലമാകും. അങ്ങനെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡറിലൂടെ ഈ ഓഡിയോ എടുത്തിട്ട് നിങ്ങളുടെ വീഡിയോയിൽ ഈ ഓഡിയോ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, കണ്ടന്റും വോയിസ് ഓവറുമായി ഇനി വിഷ്വലാണ് വേണ്ടത്. വിഷ്വൽ ഒന്നുകിൽ നിങ്ങളുടെ ക്യാമറ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷ്വൽ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് കോപ്പിറൈറ്റ് ഫ്രീ വീഡിയോകളുണ്ട്. നിങ്ങളുടെ കണ്ടന്റിനനുസരിച്ചിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ഫ്രീ ഉള്ളത് അത് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഇമേജുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇമേജുകൾ നിങ്ങൾക്ക് കിട്ടും, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അല്ല, സൂര്യനെ കുറിച്ചിട്ടുള്ള ചിത്രങ്ങളാണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചിത്രങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ജെമിനി ആപ്പിനകത്ത് നിന്ന് തന്നെ എല്ലാം ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ അടുത്തത് കാണിച്ചു തരുന്നത്. എക്സാമ്പിളായിട്ട് ഞാനൊരു കഥ നിർമ്മിച്ച് കാണിച്ചു തരാം. അതായത് ജെമിനി ആപ്പിനെ കൊണ്ട് തന്നെ കഥയും നിർമ്മിപ്പിക്കും, ഓഡിയോയും നിർമ്മിപ്പിക്കും, അതിനാവശ്യമായിട്ടുള്ള ചിത്രങ്ങളും നിർമ്മിപ്പിക്കും. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം, ഇതിൽ നിന്ന് മറ്റുള്ള ഓപ്ഷൻസും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സുഹൃത്തുക്കളായ പൂച്ചയും സിംഹവും തമ്മിലുള്ള രസകരമായൊരു കഥ നിർമ്മിക്കാനാണ് ഞാൻ ടാസ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജെമിനി ആപ്പ് എനിക്ക് സാധാരണ ക്രിയേറ്റ് ചെയ്തിരുന്നത് പോലെ കഥ ക്രിയേറ്റ് ചെയ്തിരുന്നത് കാണാം. അതുപോലെ തന്നെ ആ കഥയിൽ എന്തെങ്കിലും തിരുത്ത് വരുത്തണമെങ്കിൽ അവിടെയാണ് മെയിനായിട്ടുള്ള പോയിൻ്റ് ഉള്ളത്. ഇപ്പോൾ ഒരു കഥ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ മാറ്റം വരുത്തിയും കാണിച്ചു തരാം. തീർച്ചയായും പൂച്ചയും സിംഹവും തമ്മിലുള്ള ഒരു രസകരമായ കഥ പറയാം. പൂച്ചയും സിംഹവും. ഒരു വലിയ കാട്ടിൽ ഒരു ചെറിയ പൂച്ചയും ഒരു വലിയ സിംഹവും താമസിച്ചിരുന്നു. സിംഹം വളരെ അഹങ്കാരിയായിരുന്നു. താൻ കാട്ടിലെ രാജാവാണെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഞാൻ ഇനി ഈ കഥയിൽ ഒരു തിരുത്ത് വരുത്തിക്കുകയെന്ന്. ഈ കഥയിലെ പൂച്ചയുടെ പേര് മോട്ടുവും സിംഹത്തിൻ്റെ പേര് ചിന്നുവും എന്ന് മാറ്റാമോ എന്നുള്ളതാണ് ഞാൻ കൊടുക്കുന്ന ടാസ്ക്. അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് ഇതുപോലെ എന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് തന്ന കണ്ടൻറ്റ്, അത് തിരുത്താനും സാധിക്കുമെന്ന് കാണിച്ചു തരാനാണ്. ഇതാ ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ അത് കഥ തിരുത്തി തരുന്നത് നിങ്ങൾ കണ്ടോളൂ. ഞാൻ അതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കഥയുടെ പേരടക്കം മാറിയിട്ടുണ്ട്. തീർച്ചയായും കഥയിൽ പൂച്ചയുടെ പേര് മോട്ടുവും സിംഹത്തിന്റെ പേര് ചിന്നുവും ചേർത്തു പറയാം. മോട്ടുവും ചിന്നുവും. ഒരു വലിയ കാട്ടിൽ ഒരു ചെറിയ പൂച്ചയായ മോട്ടുവും ഒരു വലിയ സിംഹമായ ചിന്നുവും താമസിച്ചിരുന്നു. ചിന്നു വളരെ അഹങ്കാരിയായിരുന്നു. താൻ കാട്ടിലെ രാജാവാണെന്ന് എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഈ കഥയ്ക്ക് അനുയോജ്യമായ ചിത്രം ഞാൻ ജെമിനി ആപ്പിനെ കൊണ്ട് തന്നെ നിർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ സിംഹവും പൂച്ചയും ഒരു മരച്ചുവട്ടിലിരിക്കുന്ന ചിത്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ടാസ്ക് കൊടുക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം അതിനനുസരിച്ചിട്ടുള്ള ചിത്രം എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കഥയുടെ സാഹചര്യം അനുസരിച്ച്, കഥ എന്ന് പറയുന്നത് ഞാനൊരു എക്സാമ്പിളാണ്, നിങ്ങളുടെ കണ്ടൻറ്റിൻ്റെ സാഹചര്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചിത്രം ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ജെമിനി ആപ്പിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്, നമുക്ക് അധികമൊന്നും ചിത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാ അക്കൗണ്ടുകൾക്കും ചിത്രം ക്രിയേറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് വന്നിട്ടില്ല. അതൊക്കെ തൊട്ടടുത്ത കാലത്ത് തന്നെ, എന്തായാലും ഒരു 3-4 ആഴ്ചക്കുള്ളിൽ തന്നെ ആ ഓപ്ഷൻസൊക്കെ എല്ലാവർക്കും വരുന്നതാണ്. ഇനി ഞാൻ അതേ ചിത്രം തന്നെ, അതേ പൂച്ചയും സിംഹവും
ഒരു നദിക്കരയിലിരിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ ടാസ്ക് കൊടുക്കുകയെന്ന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അതുള്ള ഔട്ട്പുട്ട് എനിക്ക് തരുന്നത് നിങ്ങൾ കണ്ടോളൂ. ഇതുപോലെ നമുക്ക് നമ്മുടെ സീൻ ബൈ സീൻ ഒരു കുട്ടികൾക്കുള്ള ഒരു കഥയൊക്കെയാണ് നിങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ ആ കഥയ്ക്ക് അനുയോജ്യമായ, അതായത് ഇത് ക്രിയേറ്റ് ചെയ്ത് തരുന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരുത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായി കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ചിട്ടുള്ള ചിത്രങ്ങളും ക്രിയേറ്റ് ചെയ്തെടുത്ത് എല്ലാം ഒരു വീഡിയോ എഡിറ്ററിൽ കോർത്തിണക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ആക്കിയിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ജെമിനി ആപ്പിലൂടെ ഇമേജ് ജനറേറ്റ് ചെയ്തെടുക്കുന്ന ഓപ്ഷൻസ് ഇപ്പോൾ എല്ലാ ജിമെയിലും വന്നിട്ടില്ല. ഇനിയുള്ള അപ്ഡേറ്റിൽ മറ്റുള്ളവർക്കും വരുന്നതാണ്. അതുപോലെ മനുഷ്യരുടെ രൂപം ജനറേറ്റ് ചെയ്തെടുക്കാനോളം ജെമിനി ആപ്പ് വികസിച്ചിട്ടില്ല. 1-2 ആഴ്ച കൊണ്ട് അങ്ങനെ മനുഷ്യരുടെ രൂപം കൂടി ജനറേറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ജെമിനി ആപ്പിൽ വരുമെന്നാണ് പറയുന്നത്. അതുപോലെ ഒരുപാട് ഉപകരണങ്ങളൊന്നും ജനറേറ്റ് ചെയ്യാനോളം ജെമിനി ആപ്പ് വികസിച്ചിട്ടില്ല. നമുക്ക് മെറ്റ എയിലൂടെയും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിലൂടെയും ഒക്കെ ഈ പ്രശ്നം പരിഹരിക്കാം തൽക്കാലത്തേക്ക്. ഇനി ജെമിനി ആപ്പിൽ എല്ലാ ഓപ്ഷൻസും വരുന്നതോടെ നമുക്ക് മറ്റുള്ളതിൻ്റെ ഒന്നും സഹായം തേടേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു തരാം. നിങ്ങൾ ഇത്തരം കണ്ടൻറ്റുകൾ മാത്രം അപ്ലോഡ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ നേടിയെടുക്കുകയാണെങ്കിൽ ഇത്തരം കണ്ടൻറ്റുകൾക്ക് യൂട്യൂബിൽ റവന്യൂ വളരെയധികം കുറവാണ്. അപ്പോൾ അത് തരണം ചെയ്യേണ്ട ഒരു ട്രിക്ക് കൂടിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. കണ്ടൻറ്റ് ബേസിലാണ് യൂട്യൂബിൻ്റെ റവന്യൂ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ശരാശരി കണ്ടൻറ്റിന് യൂട്യൂബിൽ 1,00,000 വ്യൂവിന് $80 കിട്ടുന്നുണ്ടെങ്കിൽ അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് 1,00,000 വ്യൂവിന് വെറും $8 മാത്രമേ കിട്ടൂ. അതായത് 10-1 ഭാഗം മാത്രമാണ് നിങ്ങളുടെ വീഡിയോന് റവന്യൂ കിട്ടുക. അത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? FTM ക്രിയേഷനൊക്കെ ചെയ്യുന്നത് പോലെ ഫേസ് കാണിച്ചിട്ട് ഫസ്റ്റ് നിങ്ങൾ ഇൻട്രോ പറയേണ്ടി വരും. അതേ അതിന് തരണം ചെയ്യേണ്ട ഓപ്ഷൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ഇത്തരം കണ്ടൻറ്റുകൾക്കിടയിൽ നിങ്ങളതായിട്ടുള്ള എന്തെങ്കിലും കയറ്റാം. അതായത് വിഷ്വൽ കയറ്റാം, സ്ക്രീൻ റെക്കോർഡർ അല്ലാത്ത മറ്റെന്തെങ്കിലും കയറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് തരണം ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.